ഹബീബായ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു എന്ന നമ്മുടെ മെഹബൂബിനും എന്ത് ഇഷ്ടമാണോ അത് നമ്മുടെ ഇഷ്ടമാണ്. ഈ മ്യൂസിക് വാദ്യമേളങ്ങൾ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇത് എത്ര പറഞ്ഞാലും നമ്മൾ എന്നാലും അതിൻ്റെ കൂട്ടത്തിലൊക്കെ അത് വെക്കും. അല്ല ബുർദപാട്ടാണെങ്കിൽ വരെ കുറച്ച് മ്യൂസിക് കയറ്റും, എന്നിട്ട് അതിൽ വേറെ ദോസ്താൻ്റെ മസലുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യും. പക്ഷെ അതിൽ സൂക്ഷ്മതയും വറഉം ഒക്കെ വേണോ? 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞ മസ്അല പറ്റൂല എന്നാണ്. ദഫ് മുട്ടാം, ബാക്കി പരിപാടി പറ്റൂല എന്നാണ്. ഇത് പറയുമ്പോൾ കലയെ പ്രോത്സാഹിപ്പിച്ചില്ലല്ലോ, അത് മനുഷ്യന്റെ നൈസർഗിക ഭാവമല്ലേ, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ പല ഭാവങ്ങളും മനുഷ്യരുണ്ട്, അതൊക്കെ അള്ളാഹ് അനുവദിക്കാത്ത നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഹദീസാണ്. നമ്മൾ മനുഷ്യൻ നിലയ്ക്ക് എനിക്കിഷ്ടമായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമ്മളത് വിട്ടു, എന്നാ പിന്നെ എനിക്ക് വേണ്ട, ഞാനത് കൺട്രോൾ ചെയ്യട്ടെ. അഡിക്റ്റാണ്, മുഴുവൻ ഇത് കേട്ടിട്ടാ ഉറങ്ങണത്. മെല്ലെ മെല്ലെ ഖുർആനിലേക്കൊന്ന് മാറണം, ഖുർആൻ കേട്ട് തുടങ്ങണം അതിന് പകരം എന്നൊരു ചിന്തയെങ്കിലും മനസ്സിൽ വരണം. അതിനെ സംബന്ധിച്ചുള്ള വാദമൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ മസലയും അതിൻ്റെ ഹദീസുകളും ഇബ്നു ഉമർ തങ്ങളും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളും എങ്ങനെയാണ് ആയത്തുകൾക്ക് വിശദീകരണം കൊടുത്തത് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാലും ഇബ്ലീസ് കയറി വരും എൻ്റെ ഇടയ്ക്ക്. അത് നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, നല്ല നല്ല പാട്ടുകളായിരിക്കും, അള്ളാഹിനെ പറ്റി പറയുന്ന പാട്ടായിരിക്കും, സ്വലാത്തൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, എന്നാലും വരും അതിനിടയിൽ കൂടെ മ്യൂസിക്. അത്രയും സൂക്ഷ്മതയുള്ള ആളുകളെ അത് കൈകാര്യം ചെയ്യാം. ഈ കമ്പോസ് ചെയ്യുന്നവർക്കൊന്നും അത്ര ഈമാനും വറയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. രസമല്ലേ, മാർക്കറ്റിൽ ഇത് വേണ്ടി വരും എന്ന് വിചാരിച്ച ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വിടാണ്. പക്ഷെ തെറ്റ് തന്നെയാണ്. നമുക്കൊക്കെ ഇഷ്ടമുള്ളത് തന്നെ നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ്റൂല. മെഹബൂബിന് എന്താണോ ഇഷ്ടം അതാണ് മുഹിബായ ആൾക്ക് ഇഷ്ടപ്പെടേണ്ടത്. എന്റെ റബ്ബിന് മയക്കുമരുന്ന് ലഹരി ഇഷ്ടല്ലേ, എന്നാ ഞാൻ ഇന്നു മുതൽ നിർത്തി. എന്റെ റബ്ബിന് ഞാൻ അനാവശ്യമായ ഫോട്ടോകളും വീഡിയോസും കാണുന്ന എന്റെ റബ്ബിന് ഇഷ്ടമല്ല, എന്നാ പിന്നെ ഞാനത് നിർത്തി. എന്റെ റബ്ബിന് ഗീബത്തും നമീമത്തും പറയുന്നത് ഇഷ്ടമല്ല, ഞാനത് നിർത്തി എന്ന് പറയുന്നതാണ് ഹുബ്ബ്. അള്ളാഹുവിനെ ഹുബ്ബ് കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റണം. അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടും റബ്ബിനെ പേടിച്ചുകൊണ്ടും നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.